സെൻട്രൽ റെയിൽവേയെ അതിമനോഹരമാക്കുന്ന പല ഇടങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടമാണിത്. കാരണം മുകളിലെ ആ ലൈറ്റ് അതിമനോഹരമാണ്. പ്രത്യേകിച്ച് മരത്തിൽ തീർത്തിട്ടുള്ള ഇത്രയ്ക്കും ഭീമൻ നിർമ്മിതി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ആധുനികതയിൽ നിർമ്മിച്ചതാണോ എന്നോ അതല്ലെങ്കിൽ ഇത് പഴയ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണോ എന്ന് എനിക്ക് സംശയത്തിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഇതൊരു പഴയ കാല നിർമ്മിതിയെ വീണ്ടും പുതുക്കിപ്പണിത പോളിഷ് ചെയ്തെടുത്തതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് മനോഹരമാണ്. ഏതൊരാളും മുംബൈയിൽ വരികയാണെങ്കിൽ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ ഈ മനോഹരമായ കാഴ്ച നിങ്ങളെ ഏതൊരാളെയും കണ്ണഞ്ചിപ്പിക്കുന്നതായിരിക്കും എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയുകയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ വീണ്ടും ട്രെയിനിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന് അതിമനോഹരമാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ കൗണ്ടർ അതിലും മനോഹരമാണ്. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള ട്രെയിനിൻ്റെ അടുത്തേക്ക് ഞാനിങ്ങനെ നടന്ന് നീങ്ങി. കാരണം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് എല്ലാ ട്രെയിനുകളും നമുക്ക് കിട്ടുക. ഇവിടെ വന്ന് കണക്റ്റ് ചെയ്തു പോവാത്ത ഒരു ട്രെയിനും കാരണം മുംബൈയിലുണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ സെൻട്രൽ റെയിൽവേ തന്നെയാണ് ഇന്ത്യയിൽ എല്ലാ റെയിൽവേയുടെയും ഇന്ത്യൻ റെയിൽവേയുടെ കേന്ദ്രം എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ കുറച്ച് നേരം കാത്തു നിന്നപ്പോൾ തന്നെ നമ്മൾ ട്രെയിൻ അവിടെ എത്തിയിട്ടുണ്ട്. അകലെ ദൂരെ നമ്മൾ ട്രെയിനുണ്ട്. അങ്ങനെ ഞാൻ അവിടേക്ക് കണ്ടോ, നേരത്തെ നമ്മൾ കണ്ട ആ ഭീമൻ ഫാനുകൾ അതിമനോഹരമായി കറങ്ങുന്നതിനിടയ്ക്ക് ആ ലൈറ്റുകൾക്കിടയിലൂടെ മിന്നിമായുന്ന കാഴ്ച അതിലും അതിമനോഹരമായ നമ്മളെ വർണ്ണിക്കാൻ കഴിയാത്ത കാണുന്നതിൽ എത്രയോ മനോഹരമാണ് ഈ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ ഭംഗിയും എല്ലാം. യഥാർത്ഥത്തിൽ ചിലയിടങ്ങളിലൊക്കെ കുറച്ച് നീറ്റ്നെസ് കുറവുണ്ടെങ്കിലും അതിമനോഹരമായ കാഴ്ച തന്നെയാണ് മുംബൈ ഇന്ത്യൻ റെയിൽവേ എന്ന് വീണ്ടും ഓക്കെ. അപ്പോൾ വീണ്ടും മറ്റ് മനോഹരമായ എൻ്റെ ബിസിനസ് യാത്രകളുടെ കാഴ്ചകളുമായി വീണ്ടും വരാം.